ഹാർവസ്റ്റ് കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബീഫ് സ്റ്റൈർ ഫ്രൈ ആണ്. ഇതൊരു ചൈനീസ് ഡിഷാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബീഫ് ടെൻഡർലോയിൻ ആണ്. ടെൻഡർലോയിൻ വളരെ പെട്ടെന്ന് കുക്കാവുന്ന ഒരു കട്ടാണ്, ബീഫിന്റെ കട്ടാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ബീഫ് ടെൻഡർലോയിൻ ഫിംഗർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് സോയാ സോസ്, പാകത്തിന് ഉപ്പ്, കുറച്ച് ബ്ലാക്ക് പെപ്പർ, ഒരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് മുളക് പൊടി നന്നായി മിക്സ് ചെയ്യുന്നു. ഇളക്കി യോജിപ്പിച്ച് നമ്മളൊരു 20 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു. നമ്മുടെ ബീഫ് മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചൈനീസ് വോക്കാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ജിഞ്ചർ ക്യൂബ്സ് ആണ്, ഫൈൻ ചോപ്ഡ് ജിഞ്ചർ ആഡ് ചെയ്തു. ഗാർലിക് ഇട്ട് കൊടുക്കുന്നു, ഫൈൻ ചോപ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുന്നു. നന്നായി ഇളക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ബ്രൗൺ കളർ വേണ്ട, ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് വരും. ചെറുതായിട്ട് സോഫ്റ്റായി നമ്മൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് നമ്മുടെ ബീഫ് കുക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് അതൊരു കളർ വരാനാണ്. നമ്മൾ ടെൻഡർലോയിൻ കുക്കാവാൻ വളരെ പെട്ടെന്ന് കുക്കാവും, അത്രയും സമയമൊന്നും വേണ്ട. നമ്മുടെ ബീഫ് ഏകദേശം ഹാഫ് ഡൺ ആയിട്ടുണ്ട്. നമ്മൾ തിക്സ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നു. റെഡ് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞത്. അതായത് ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു കളറും കിട്ടാനാണ്. നമുക്ക് 3 കളറുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്യാം, റെഡ്, യെല്ലോ, ഗ്രീൻ. ഇനി കുറച്ച് സെല്ലറി ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ബ്ലാക്ക് പെപ്പർ കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക്, കൂടാതെ കുറച്ച് വൈറ്റ് പെപ്പറും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തു. കുറച്ച് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് സോയാ സോസ് ഒഴിച്ചത്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് പെപ്പർ കൂടി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. നന്നായി ബീഫ് കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ സ്റ്റൈർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു നമ്മുടെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.